ഈ പറയുന്ന ഷിംജിതയ്ക്ക് ബാക്കിലോട്ട് നീങ്ങാനുള്ള സ്ഥലം ഉണ്ടായിരുന്നല്ലോ. എന്താ നീ നീക്കിയത്? ഇനി അതെ നോ പറയാമല്ലോ. ഇപ്പോൾ ഈ കൈ അനങ്ങിയാൽ അറിയാമെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ സ്ത്രീധനപീഡനമല്ല. ഞാൻ ഇടപെട്ടിട്ടുള്ള കേസുകളിൽ എന്തിനാ വിസ്മയ കേസിൽ പോലും സ്ത്രീധനത്തിൻ്റെ ഒരു അംശം അവിടെ വന്നിട്ടില്ല. അലിമണി എന്ന് പറയുന്ന സാധനം ആദ്യം നടത്തണം. ഒരു കുഞ്ഞിനെ വച്ച് വിലപേശി അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞൊന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് പുരുഷൻ്റെ സ്വത്ത് മുഴുവൻ എഴുതി വാങ്ങുന്ന പരിപാടി. ജോലിയില്ലാത്തൊരു പുരുഷനെ കല്യാണം കഴിച്ച് ഏതെങ്കിലും ഒരു പെണ്ണ് അവന് സ്വത്തോ സമ്പാദ്യമോ ഒന്നും ഇല്ലാത്ത ഒരു പുരുഷനെ കല്യാണം കഴിച്ച് ഇവൾ ജീവിക്കാൻ തയ്യാറാണോ? ഒരു കൂലിപ്പണിക്കാരന് എന്താ അവൻ്റെ കൂടെ പോകാത്ത? ഇവിടെ സർക്കാർ ജോലി വേണം, അല്ലെങ്കിൽ അവൻ വിദേശത്തായിരിക്കണം, അവന് ലക്ഷങ്ങളുടെ വരുമാനം വേണം, അവന് കാറ് വേണം, അവന് മറ്റുള്ള ബംഗ്ലാവ് വേണം. ആൾ കേരള മെൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാറുമായുള്ള ചർച്ച തുടരുകയാണ്. സീറ്റ് ഇരിക്കുന്ന കാര്യം ഓക്കെയാണ്, പക്ഷേ ഈ പ്രശ്നം ഭൂരിഭാഗം ഉണ്ടാവും നിൽക്കുന്നിടത്താണ് ഇങ്ങനെ വരുന്നതോ? ഈ പിച്ചി ചോണ്ടി പരാതി ഉള്ളു വരുന്നത് തരക്കുള്ള ബസ് നിൽക്കുന്നതാണ്. ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് ഒരു പരിധി വരെ ഇങ്ങനെയുള്ള കേസ് നിയന്ത്രിക്കാനും പറ്റും. സീറ്റ് എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, ഈ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്ന സംവരണ സീറ്റിൽ പോലും സ്ത്രീകൾ കയറിയിരിക്കുക. ഇതൊക്കെ ഞാൻ കണ്ടതാ. ഇത് പ്രായം ചെന്ന 60, 50, 70 വയസ്സായ അപ്പച്ചന്മാർ കയറിയ പോലും ഇവരാരും മാറിക്കൊടുക്കുന്നില്ല. എന്തിനു പറയുന്നു? അവരിൽപ്പെട്ട ഒരു ഗർഭിണി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് വന്നാൽ പോലും സ്ത്രീകൾ എഴുതിയിട്ട് കൊടുക്കില്ല. നമ്മൾ പുരുഷന്മാരെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുരുഷന്മാർ എന്നുള്ള ശക്തമായിട്ട് സീറ്റ് സംവരണം അവിടെ എഴുതി വെച്ച് ഇതുപോലുള്ള പ്രായം ചെന്നവരെങ്കിലും ഇരുത്താൻ തയ്യാറാവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോരാടുന്നത്. പ്രായം ചെന്നവരെന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. പക്ഷേ ഈ ഡിസ്റ്റൻഷൻ കൂട്ടുകയല്ല ശരിക്കും വേണ്ടത്. ഒരു സോഷ്യൽ അവയർനെസ് കൊടുത്തിട്ട് ഇത്തരം വിവരക്കേടുകൾ കാണിക്കരുതെന്ന് അല്ല. ഇനി അധികം സ്ത്രീകളായാലും ഇനി അധികം അങ്ങോട്ട് കാണിക്കാറില്ല. കാര്യം നമുക്ക് നോ പറയാനുള്ള അവസരം എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഒരു മോശമായിട്ട് ഇപ്പോൾ തമ്മിൽ 24-ൽ ഇപ്പോൾ ശ്രീകണ്ഠൻ നായർ ഷോ വന്നിട്ടുണ്ടായിരുന്നു. പഴയ നമ്മൾ തമ്മിൽ എന്നുള്ളത് ഇപ്പോൾ തമ്മിലാക്കി. ആ തമ്മിൽ വന്നത് എന്നെ അതിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൽ ഒരു സ്ത്രീ പറഞ്ഞതാണ്, സ്ത്രീ എന്ന് പറയാൻ പറ്റില്ല, അത് വല്ലാത്തൊരു സാധനം. അപ്പോൾ ആ പുള്ളിക്കാരി പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ബസ്സിൽ കയറുമ്പോൾ അടുത്ത് നിൽക്കുന്ന പുരുഷൻ്റെ കൈ അനങ്ങിയാൽ അറിയാമെന്നാണ് പറയുന്നത്. ശരി, അറിയാമെന്ന് അങ്ങനെ ഒരു സ്ത്രീകൾക്കെല്ലാം അങ്ങനെ അറിയാമെങ്കിൽ, അങ്ങനെ പ്രശ്നക്കാരായിട്ടുള്ളവരുടെ അവരുടെ അടുത്തുനിന്ന് മാറി നിൽക്കാൻ എന്താ അവർക്ക് ബുദ്ധിമുട്ട്? ഈ പറയുന്ന ഷിംജിതയ്ക്ക് ബാക്കിലോട്ട് നീങ്ങാനുള്ള സ്ഥലം ഉണ്ടായിരുന്നല്ലോ. എന്താ നീ നീക്കിയത്? ഇനി അതെ നോ പറയാമല്ലോ. ഇപ്പോൾ ഈ കൈ അനങ്ങിയാൽ അറിയാമെങ്കിൽ നോ അപ്പം തന്നെ. അല്ലെങ്കിൽ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തൊടരുത് എന്ന് പറഞ്ഞാൽ ഒരാളും തൊടില്ല. കാര്യം പുരുഷന്മാർക്കെല്ലാം പേടിയുള്ളവർ തന്നെയാണ്. അവർ അപ്പം തന്നെ മാറും. അപ്പോൾ അത് ചെയ്യാതെ അങ്ങോട്ട് കുറച്ചുകൂടി മുട്ടിച്ച് നിന്നിട്ട് ഒരു വീഡിയോ എടുത്തിടുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ തേജോധം ചെയ്യുക, ഇമാതിരി കാര്യങ്ങൾ ഇവിടെ ഇനി വില പോകില്ല. ഞങ്ങൾ ശക്തമായിട്ട് ഇടപെടും. നല്ല കാര്യമാണ്. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രധാനമായി സംസാരിക്കുന്നതിൽ സമ്പൂർണ്ണമായ സ്ത്രീവിരുദ്ധമായ കുറേ കാര്യങ്ങൾ താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അതിനോട് ഞാൻ വിയോജിപ്പ് അപ്പം തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തു. ആ വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ പറയാം, ഇതിലെ കുറച്ച് കാര്യങ്ങൾ, അതായത് ചില നോ അല്ലെങ്കിൽ പുരുഷൻ്റെ ഭാഗത്ത് ചില ഡിഫൻസ് ആവശ്യമുണ്ട്. കാരണം ഈ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന കാലത്തോളം ഒരു ഡിഫൻസിങ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ സോഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഇത്തരം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വിജയകരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒപ്പം നമ്മുടെ സോഷ്യൽ അവയർനെസ് നമ്മൾ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ സമൂഹം മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ. ഒരു കാര്യം എടുത്തു പറയട്ടെ, ലോകത്തുള്ള എല്ലാ സ്ത്രീകളും നേരത്തെ പറഞ്ഞ കുഴപ്പക്കാരല്ല. ഇനി മറ്റൊന്ന് വേറൊരു കേസോട് പറയാം. ഈ സ്ത്രീ അഡ്രസ്സ് ചെയ്യുന്നപ്പോൾ സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഈ ലൈംഗിക പ്രശ്നങ്ങൾ മാത്രമല്ല, സ്ത്രീധനത്തിൻ്റെ പേരിൽ കൊല്ലപ്പെടുന്ന പെൺകുട്ടികളുണ്ട്, മറ്റ് അടി വാങ്ങിക്കും. നമ്മളൊന്ന് പറഞ്ഞതാണ്. അത്തരം കാര്യങ്ങളിൽ പുരുഷന്മാരെ കൂടി നമ്മൾ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അലിമണിയെ കുറിച്ച് അറിയാവോ? അലിമണിയെ കുറിച്ച് അറിയാവോ? അലിമണി ഇല്ല. അങ്ങനെ ഒരു മനോഹരമായിട്ടൊരു സാധനമുണ്ട്. അത് ഫാമിലി കോർട്ടിലാണ്. ഒരു ദിവസം ഒരു ഭർത്താവ് എന്ന് പറയുന്ന ഒരാളുടെ കൂടെ, അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ കൂടെ ജീവിച്ചു എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വത്ത് മുഴുവൻ ഈ സ്ത്രീധനം വാങ്ങരുത് എന്ന് പറയുന്നവർ ഇതും കൂടി ആദ്യം ചെയ്യണം. ഇപ്പോൾ സർക്കാർ എന്തായാലും കേന്ദ്ര സർക്കാരിനോട് ഇപ്പോൾ കേരള സർക്കാർ പറഞ്ഞിട്ടുണ്ട്, ഈ സ്ത്രീധനം വാങ്ങുന്നത് തെറ്റായിട്ട് കണക്കാക്കാൻ പാടില്ല എന്ന്. ഇപ്പോൾ ന്യൂസ് വന്നിട്ടുണ്ട്, പുരോഗമന സർക്കാർ ഇന്നാ ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ പറയുന്നത്, അലിമണി എന്ന് പറയുന്ന സാധനം ആദ്യം നടത്തണം.
ഒരു കുഞ്ഞിനെ വച്ച് വിലപേശി അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞൊന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് പുരുഷൻ്റെ സ്വത്ത് മുഴുവൻ എഴുതി വാങ്ങുന്ന പരിപാടി. എന്നിട്ട് മന്ത്ലി അവന് സാലറി ഒരു 30,000 ഉണ്ടെന്ന് വയ്ക്കുക, 25,000 പുള്ളിക്കാരിക്ക് കൊടുക്കണം. ഇയാൾക്ക് ജീവിക്കണ്ടേ? ഇയാൾക്കടുത്തൊരു കുടുംബജീവിതം വേണ്ടേ? ഏറ്റവും കൂടുതൽ കുടുംബജീവിതം ആഗ്രഹിക്കുന്ന പുരുഷന്മാരല്ലേ, അപ്പോൾ അവർക്കത് വേണ്ടേ? ഈ എല്ലിമണി കേസിൽ ഞാൻ ചോദിക്കുകയാണ്, അപ്പോൾ ഇതിനെങ്ങനെ പീരീഡ് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും? ഒരാഴ്ച ഇയാൾ മരിച്ചുപോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഗതി ഉണ്ടായി, അപ്പോൾ ഇവിടെ സ്വത്തിൽ നിന്ന് ഏത് തരത്തിൽ നമ്മൾ ഒഴിവാക്കുമെന്നാണ് പറയുന്നത്? അല്ല, ഇയാളുടെ സ്വത്തിൽ നിന്നല്ലേ പോകുന്നത്? അതാണ് പറഞ്ഞത്. ഇവരുടെ സ്വത്ത് സുരക്ഷിതമാണല്ലോ. ഇനി പറയുന്നത് സ്ത്രീധനം എന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ച് വേറൊരു കാര്യം ചോദിക്കട്ടെ. ജോലിയില്ലാത്ത ഒരു പുരുഷനെ കല്യാണം കഴിച്ച് ഏതെങ്കിലും ഒരു പെണ്ണ് അവന് സ്വത്തോ സമ്പാദ്യമോ ഒന്നും ഇല്ലാത്ത ഒരു പുരുഷനെ കല്യാണം കഴിച്ച് ഇവർ ജീവിക്കാൻ തയ്യാറാണോ? ഒരു കൂലിപ്പണിക്കാരന് എന്താ അവൻ്റെ കൂടെ പോകാത്ത? ഇവിടെ സർക്കാർ ജോലി വേണം, അല്ലെങ്കിൽ അവൻ വിദേശത്തായിരിക്കണം, അവന് ലക്ഷങ്ങളുടെ വരുമാനം വേണം, അവന് കാറ് വേണം, അവന് മറ്റുള്ള ബംഗ്ലാവ് വേണം. ഇതെല്ലാം നോക്കിയിട്ട് തന്നെയാണ് ഒരു പെണ്ണ് ഇവിടെ വിവാഹം ആലോചിക്കുന്നത്. അപ്പോൾ പിന്നെ സ്ത്രീധനം എന്തായാലും വാങ്ങിച്ചാൽ കുഴപ്പം? ഇതെല്ലാം കൊടുത്തിട്ട് നിന്ന് കത്തുന്ന പെൺകുട്ടികളുണ്ട്. നിന്ന് കത്തുന്നുവെങ്കിൽ കയ്യിരിപ്പ് നന്നായിരുന്നാൽ മതി, നിന്ന് കത്തില്ല ആണല്ലേ? തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ഞാൻ വളരെ വിയോജിക്കുന്നു. തീർച്ചയായിട്ടും ഈ സ്ത്രീധനം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞോട്ടെ, സ്ത്രീധനം എന്ന് പറയുന്ന ഒരു വാക്ക് പോലും സംസാരിക്കാത്തടുത്ത് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അവസാനം ഇത് വരുന്ന സ്ത്രീധനത്തിലാണ്. എന്ന് വെച്ചാൽ അവനെ പൂട്ടാൻ സ്ത്രീധനമാണ് നല്ലത്, ഗാർഹിക പീഡനമാണ് നല്ലത്. ഇത് പറഞ്ഞു കൊടുക്കുന്നത് അഡ്വക്കേറ്റാണ്. ഇവർ ഏതെങ്കിലും രീതിയിൽ ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോകുന്നു, ഉടനെ പറയും ഇന്ന വകുപ്പുകളും കൂടി ഇട്ട് അങ്ങ് കയറ്റി കൊടുത്താൽ മതി, അവൻ്റെ സ്വത്തും വാങ്ങി എല്ലാം വാങ്ങി ഇവനെ കുറച്ച് ദിവസം ജയിലിൽ വിടാം. ഇത് പറഞ്ഞു കൊടുക്കുന്ന അഡ്വക്കേറ്റാണ്. അങ്ങനെയാണ് ഇവിടെ സ്ത്രീധന പീഡനം എന്ന് പറഞ്ഞിട്ട് ഇത്രയും ഉണ്ടാകുന്നത്. ഇത് യഥാർത്ഥത്തിൽ സ്ത്രീധന പീഡനമല്ല. ഞാൻ ഇടപെട്ടിട്ടുള്ള കേസുകളിൽ, എന്തിനാ വിസ്മയ കേസിൽ പോലും സ്ത്രീധനത്തിൻ്റെ ഒരു അംശം അവിടെ വന്നിട്ടില്ല. ഒരു കാറിൻ്റെ കേസ് അവിടെ വന്നിട്ടുണ്ട്. വിസ്മയെ തല്ലിയത് പിന്നീട് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു. ഞാനൊക്കെ അന്നേ അറിഞ്ഞു സഹോദരനാണ് തല്ലിയത്. ഈ പറയുന്ന ഈ വെഹിക്കിൾ ഇൻസ്പെക്ടർ അല്ല. അയാളുടെ ജോലി പോയി, അയാളുടെ ജീവിതം പോയി. ഇപ്പോൾ വീട് കയറി ആരോ കടിക്കുകയും ചെയ്തു. പുരുഷന്മാരെല്ലാം മിഥ്യാധാരണയുള്ളവരാണ്. ഒന്ന് പഠിക്കാൻ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തയ്യാറില്ല. ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്തു, അതെന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ ആ വീടുമായിട്ടൊന്ന് ബന്ധപ്പെടണം, അവരുമായിട്ട് സംസാരിക്കണം. ഇതൊന്നും അല്ല ചെയ്യുന്നത്. അയാൾ തല്ലി അന്നൊക്കെ ചാനലുകാർ മൊത്തം കയ്യിലെ പാടൊക്കെ എടുത്തിട്ട് സ്വന്തം സഹോദരനല്ലേ തല്ലിയത്. ഇത് പുറത്തു വന്നത് എപ്പോഴാണ്? ഞാനത് അഭിപ്രായം പറയില്ല. എനിക്ക് ആ കേസിനെ പറ്റി ഞാൻ ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ താറുമാറായ, മനസ്സമാധാനമില്ലാതെ ജയിലിൽ കിടക്കുകയും ഒളിവിൽ കിടന്ന അമ്മ ഉൾപ്പെടെ, എന്ന് വെച്ചാൽ അമ്മ, അച്ഛൻ, സഹോദരൻ വരെ എൻ്റെ അടുത്ത് ഇവിടെ വന്ന് കരഞ്ഞു പറഞ്ഞതാണ് ജയിലിൽ കിടന്നവർ. എന്തിനു വേണ്ടി? അല്ല, ഉണ്ടാവുന്നേ എല്ലാവരും. പക്ഷേ അങ്ങനെ അല്ലെന്നാണ്. കാരണം അവരെ വീട്ടിൽ ഒച്ചത്തിൽ പോലും സംസാരിച്ചിട്ടില്ല. ഈ ഒരു പെണ്ണ് വന്ന് കയറുന്നത് വരെ. ഈ വിഴിഞ്ഞത്തുനിന്ന് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച കാര്യമാണ് പറയുന്നത്. ഒന്ന് രണ്ട് പേര് അങ്ങനെ ഉണ്ടാവും. ഒന്ന് രണ്ടൊന്നുമല്ല, ഇത് വ്യാപകമായിട്ട് നടക്കുകയാണ്. ഒരു പെണ്ണ് വന്ന് കയറി ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഒരു കുടുംബ ബന്ധവും നേരെ പോകില്ല. കാരണം പെൺകുട്ടികൾക്കൊന്നും കുടുംബ ബന്ധത്തിനോട് താല്പര്യമില്ല. അത്തരം പൊതുവായ എഴുതിത്തള്ളലുകൾ ഏത് സ്ത്രീപക്ഷത്തായാലും പുരുഷപക്ഷത്തായാലും വളരെ ചെറിയ. ഇപ്പോൾ താങ്കൾ പറയുന്ന അനുസരിച്ച് സ്ത്രീകൾ മൊത്തം കുഴപ്പക്കാരാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ സ്ത്രീധന പീഡനങ്ങളൊക്കെ ആരോപണങ്ങളാണ്, ഭൂരിഭാഗം സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്ന കയ്യിരിപ്പിൻ്റെ കുഴം കൊണ്ടാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് വാദത്തിന് പോലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടിയുടെ ഷിംജിതയുടെ കേസിൽ ഷിംജിതയെ ഭയങ്കരമായി ന്യായീകരിക്കുന്ന 2 സ്ത്രീകളെ ഞാൻ കണ്ടു. ഒരു ചാനലിലെ ചർച്ചയ്ക്കിടയിൽ 24 ആണോ അത് ഭയങ്കരമായി ന്യായീകരിക്കുന്ന സ്ത്രീകൾ, സാമാന്യ ബോധത്തെ ചോദ്യം ചെയ്തതിൽ ന്യായീകരിക്കുന്നത് കണ്ടു. പക്ഷേ ഈ 2 കൂട്ടരോടും നമ്മൾ ഞാൻ എൻ്റെ പേഴ്സണൽ വിയോജിപ്പ് തമ്മിലുള്ള പ്രോഗ്രാം ഈ 2 പേരോടും വിയോജിപ്പ്. കാരണം ഈ 2 കേസിലും വിയോജിപ്പുണ്ട്. എല്ലാ സ്ത്രീകളും കുഴപ്പക്കാരല്ല, എല്ലാ പുരുഷന്മാരും കുഴപ്പക്കാരല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ തന്നിട്ടുള്ള ഈ കേസിലൊക്കെ തന്നിട്ടുള്ള സ്ത്രീകളാണ്. വീഡിയോ വരെ ചെയ്തിട്ട് തന്നു. അത് നമ്മുടെ പേജിൽ ഇട്ടിട്ടുണ്ട്. ഈ കേസിലുണ്ടാവും. പിന്നെ ഈ കേസിലുണ്ടാവും ഒത്തിരി സ്ത്രീകൾ വിളിച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ നിയമത്തിൻ്റെ ദുരുപയോഗത്തിൽ നിന്ന് വരും കാലത്ത് പുരുഷന്മാർ രക്ഷപ്പെടട്ടെ എന്ന നിങ്ങളുടെ ചിന്തകൾക്കും പ്രവർത്തനങ്ങൾക്കും ആശംസകൾ നേരുന്നു. സംസാരിച്ചതിന് നന്ദി. വളരെ തീർച്ചയായിട്ടും. ഓക്കെ.